നമസ്കാരം. കേന്ദ്ര ബജറ്റിൽ കണ്ണു നട്ടിരിക്കുകയാണ് ലോകരാജ്യങ്ങൾ. ഭാരതത്തിനെ മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥയായി മാറ്റാൻ കഴിയുമെന്ന പദ്ധതികളാണ് അണിയറയിൽ നടക്കുന്നതെന്ന സൂചന കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയിരുന്നു. എന്നാൽ ബജറ്റ് അവതരണത്തിൽ അത് വ്യക്തമായിരിക്കുകയാണ്. ഇപ്പോൾ കളിപ്പാട്ട നിർമ്മാണ രംഗത്ത് നിർണായക ചുവടുവെപ്പിനായി ഒരുങ്ങുകയാണ് ഭാരതം. കളിപ്പാട്ട നിർമ്മാണ രംഗത്ത് ഇന്ത്യയെ ആഗോള കേന്ദ്രമാക്കി മാറ്റുന്ന പദ്ധതികൾ അവതരിപ്പിക്കുമെന്ന് കേന്ദ്ര ധനകാര്യ വകുപ്പ് ബജറ്റിൽ വ്യക്തമാക്കി. രാജ്യത്തെ തദ്ദേശ കളിപ്പാട്ട നിർമ്മാണം പ്രോത്സാഹിപ്പിക്കും. ഉയർന്ന നിലവാരമുള്ളതും നൂതനവും സുസ്ഥിരവുമായ കളിപ്പാട്ടങ്ങൾ സൃഷ്ടിക്കുന്നതിനായി നൈപുണ്യ വികസനം, നിർമ്മാണ ആവാസ വ്യവസ്ഥ എന്നിവ സൃഷ്ടിക്കുന്നതിന് മുൻപുള്ള പദ്ധതികൾ അവതരിപ്പിക്കുമെന്ന് ബജറ്റിൽ പറയുന്നു. ഓരോ വർഷവും കോടിക്കണക്കിന് രൂപയുടെ കളിപ്പാട്ടമാണ് രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്നത്. ചൈനയിൽ നിന്നുമാണ് പ്രധാന ഇറക്കുമതി. രാജ്യത്ത് തന്നെ ഉയർന്ന നിലവാരമുള്ള കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കാൻ സാധിച്ചാൽ അത് സാമ്പത്തിക രംഗത്ത് കരുത്തു പകരും. ഇന്ത്യയിലെ കളിപ്പാട്ട വ്യവസായത്തിൽ വലിയ വളർച്ച രേഖപ്പെടുത്തിയതായുള്ള റിപ്പോർട്ടുകൾ അടുത്തിടെ പുറത്തു വന്നിരുന്നു. 2015 അപേക്ഷിച്ച് 2022-2023 കാലഘട്ടത്തിൽ ഇന്ത്യയുടെ കളിപ്പാട്ട കയറ്റുമതിയിൽ 239% വർധനവാണ് ഉണ്ടായത്. ഇറക്കുമതി 52% കുറഞ്ഞുവെന്നും റിപ്പോർട്ടുണ്ട്. അതേസമയം ആഗോളതലത്തിൽ കളിപ്പാട്ടം കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ആദ്യമായി ഇടം പിടിക്കാനും ഇന്ത്യക്ക് സാധിച്ചു എന്നൊരു പ്രത്യേകത കൂടെയുണ്ട്. ബജറ്റിലെ പ്രഖ്യാപനത്തോടെ ഈ രംഗത്ത് കൂടുതൽ മുന്നേറ്റം നടത്താൻ രാജ്യത്തിന് സാധിക്കും. ഇതോടെ കളിപ്പാട്ട നിർമ്മാണ മേഖലയിൽ ചൈന, വിയറ്റ്നാം പോലെയുള്ള രാജ്യങ്ങളിലേക്ക് ഇന്ത്യയും ഉയരുമെന്നാണ് പ്രതീക്ഷ. അതേസമയം ആഗോള മേഖലയിലെ മുൻനിര കളിപ്പാട്ട നിർമ്മാണ കമ്പനികൾ ചൈനയിൽ നിന്ന് നിക്ഷേപം പിൻവലിച്ച് ഇന്ത്യയിൽ പ്രവർത്തനം ശക്തമാക്കിയതോടെ കയറ്റുമതി രംഗത്ത് വൻ കുതിപ്പാണ് ഭാരതം കൈവരിച്ചത്. ആഭ്യന്തര കളിപ്പാട്ട നിർമ്മാണം പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങളും ചൈനയ്ക്കൊപ്പം പുതിയ ഒരു നിർമ്മാണ കേന്ദ്രം കൂടി വേണമെന്ന ആഗോള നിക്ഷേപകരുടെ നിലപാടുമാണ് ഇന്ത്യക്ക് നേട്ടമായത്. എന്നാൽ ഇത് കൂടാതെ കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴി കർഷകർക്ക് കൂടുതൽ ഹ്രസ്വകാല വായ്പകൾ നൽകുമെന്നും മന്ത്രി ബജറ്റിൽ വ്യക്തമാക്കി. കർഷകർക്ക് നൽകി വരുന്ന വായ്പാ പരിധി 3 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷമായി ഉയർത്തും. കൂടാതെ ആൻഡമാൻ, നിക്കോബാർ, ലക്ഷദ്വീപ് ദ്വീപുകളിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആഴക്കടലിൽ നിന്നുമുള്ള മത്സ്യബന്ധനത്തിന്റെ സുസ്ഥിരമായ ഉപയോഗത്തിനായി സർക്കാർ പ്രത്യേക ചട്ടക്കൂട് സ്ഥാപിക്കുമെന്നും മന്ത്രി പറഞ്ഞു. എന്നാൽ കനത്ത പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയിലാണ് ബജറ്റ് അവതരണം ആരംഭിച്ചത്. സ്പീക്കർ എത്തി സഭ നടപടികൾ ആരംഭിച്ചതു മുതൽ തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് പ്രതിഷേധം ആരംഭിച്ചു. സ്പീക്കർ ഓം കുമാർ ബിർള നിരന്തരം ശ്രമിച്ചിട്ടും പ്രതിപക്ഷം പ്രതിഷേധം നിർത്താൻ തയ്യാറായില്ല. കുംഭമേളയിലെ അപകടങ്ങൾ അടക്കം ഉന്നയിച്ചാണ് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. പിന്നാലെ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ബജറ്റ് സമ്മേളനം ബഹിഷ്കരിച്ച് സഭയിൽ നിന്നും പുറത്തേക്കിറങ്ങി. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. Iron Build, Gujarat.